ഹലോ. ഇവിടെ എഴുതിയതുകൊണ്ട് ചുമക്കുന്നൊക്കെ ഉണ്ട്. ഞാനിന്ന് മുറ്റത്തെ കുറച്ച് പരിപാടി വൈകിട്ടത്തെ 4 മണിക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കാമേ. മുറ്റത്തൂപ്പും പിന്നെ അങ്ങനെ വിളക്കൊരുക്കലും അങ്ങനെ പിന്നെ വൈകിട്ടത്തേക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. വൈകിട്ടത്തേക്കുള്ളതൊക്കെ ഇനി ഉണ്ടാക്കിയാലേ കഴിക്കാനുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് വൈകിട്ടത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം ഗൈസ്. നമുക്ക് മുറ്റം തൂക്കാം. ഓക്കെ. എന്നിട്ട് ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. മീനൂട്ടിനും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ തൂക്കുന്നത്, കുറച്ചേറെ ഉണ്ട് തൂക്കാനായിട്ട്. അപ്പോൾ തൂത്തപ്പോൾ നമ്മൾ ഡയാന വന്നു. ഡയാന വന്നാൽ കിടക്കുന്ന റസ്കിനോ ബിസ്ക്കറ്റിനോ ഒക്കെ വേണ്ടിയിട്ടാണ്. പാവമായിട്ട് എന്നും വൈകിട്ടാകുമ്പോൾ വരും. പാവമാണ് ഡയാന. എൻ്റെ തക്കൊന്നും കഴിയില്ല, പ്രകടനമൊന്നും വേണ്ട. എൻ്റെ കൈയായിരുന്നു ഒരു പറയിക്കൊണ്ടത്. അവിടെയെല്ലാം തൂത്ത് കഴിഞ്ഞപ്പോൾ മീനൂട്ടനെ കണ്ടില്ല. എൻ്റെ ചെടിയാണ് കൃഷിക്കാരി എന്തൊക്കെയോ ചെയ്യുന്നത്. കൃഷിക്കാരി ചെടി ഇട്ടിട്ട് ചാഞ്ഞു പോകാതിരിക്കാൻ കല്ലൊക്കെ എടുത്ത് വെച്ച് ഗൈസ്. അതുകൊണ്ടോ ആകെ ഇച്ചിരിയുള്ള സ്ഥലത്ത് കൃഷിക്കാരി എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. കൃഷിക്കാരി കിടന്നു ഇരുന്നും ഒക്കെയാണ് ചെയ്യുന്നത് ഗൈസ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഞാൻ മുറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് മീനൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ചെടി നടലും ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടുന്നതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, 2 വീടും അടുത്തടുത്തല്ലേ, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുറ്റവും അത്രയൊക്കെ ഉള്ളേ. അതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഓടി വരവ് എൻ്റെ അനിയൻ്റെ മോളാണ്. അവിടെ ഊഞ്ഞാലയിരുന്ന് ഞാൻ ആടുമല്ലേ, എന്നെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഓടി വരവ്. തൂത്തെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നേരം ഊഞ്ഞാലാടാന്നേ. അത് ഫ്രണ്ടിലെ കുടുംബ വീടിൻ്റെ അവിടെയുള്ള ഊഞ്ഞാലാണ് കേട്ടോ. അവിടുത്തെ മുറ്റമാണ് ആ കാണുന്നത്. അവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ചക്കയൊക്കെ ആയിട്ടുണ്ട്. ചക്കയൊക്കെ ഇഷ്ടംപോലെ. നിങ്ങളുടെ ഇവിടെയൊക്കെ ചക്കയുണ്ടോ ഗൈസ്? ഞങ്ങളിവിടെ ഇഷ്ടംപോലെ ചക്ക ആയിട്ടുണ്ട്. ഞങ്ങൾ വേവിച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ മീനുമോൻ്റെ വാടാമുല്ല കൃഷിയാണ്. കുറേ പൂക്കളൊക്കെ ഉണ്ട്. എൻ്റെ കരിയാപ്പിലാണ്. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ടത്തേക്ക് വിളക്കൊക്കെ തേക്കുണ്ടായോ. എന്നും ഞങ്ങൾ വിളക്കൊക്കെ തേച്ചിട്ടാണ് കത്തിക്കുക, എന്നും തേക്കും. അങ്ങനെ വിളക്ക് തേക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി. അപ്പം മീനോട്ടിന് അവിടെയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്നും വിളക്കൊക്കെ തേച്ചാണോ കത്തിക്കുന്നത് ഗൈസ്? പറയണേ. എല്ലാവരും അങ്ങനെ തേക്കത്തില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഞങ്ങളുടെ ഇവിടെ എല്ലാവരും എന്നും തേക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, കുളിച്ചു, എല്ലാം വൃത്തിയായി. അതിന് ശേഷം ഞാൻ വിളക്കെല്ലാം കത്തിച്ചു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നേ. അതിനുമ്പോൾ കുറച്ച് മീനുണ്ടായിരുന്നേ, മീനും ഞാൻ വെട്ടിയായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കുളിച്ചത്. കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കി. എളുപ്പം കുറച്ച് കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഫ്രഷ് ഡിഗ്രിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പാവയ്ക്ക, നല്ല അടിപൊളി പാവയ്ക്ക വറുത്ത്. അങ്ങനെ ചോറൊക്കെ വിളമ്പി. മോരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ലേ, പനിയും തൊണ്ടവേനയൊക്കെ ഉണ്ട്, മോരെടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കല്ലേ ഗൈസ്. എന്നാൽ ഓക്കെ, ടാറ്റ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.